ഹായ് ഫ്രണ്ട്സ്, നമ്മളപ്പോൾ തിരിച്ച് ഗോവയിലോട്ട് പോകാനുള്ള സമയമായിരിക്കുകയാണ്. നമുക്ക് തിരിച്ച് പോയി ഡ്യൂട്ടിക്ക് കയറണം. അതുകൊണ്ട് നമ്മൾ തിരിക്കുകയാണ്. അപ്പോൾ തിരിച്ച് പോകുന്ന സമയത്ത് കണ്ട ഒരു കാഴ്ചയാണ്. ഇപ്പം ട്രെയിൻ ഇത് നമ്മൾ ഗോവയിലോട്ട് പോകുന്ന ട്രെയിനാണ് പോകുന്നത്. അപ്പം പോകുന്ന വഴിക്ക് തന്നെ ആ ഹൈവേ തന്നെ കണ്ടൊരു അടിപൊളി ഒരു വാട്ടർഫോളാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ്. ആ ചെറിയൊരു വെള്ള പൊട്ട് പോലും കാണുന്ന ആ സാധനമാണ് വാട്ടർഫോള്. അപ്പോൾ അവിടോട്ടാണ് നമ്മളൊന്ന് ഇങ്ങോട്ട് പോകാൻ പോകുന്നത്. അപ്പോൾ ട്രക്ക് ചെയ്ത് നമുക്കൊരു ലൊക്കേഷനോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല. നമ്മൾ ജസ്റ്റ് ഹൈവേ കൂടെ പോയപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ്. അപ്പോൾ കണ്ടപ്പോൾ നല്ല രസമാണെന്ന് തോന്നി. അപ്പം കയറി ചെല്ലാം എന്നൊരു വിശ്വാസത്തിൽ ഒരു ധൈര്യത്തിൻ്റെ പുറത്ത് ഞങ്ങൾ ഇറങ്ങി തിരിഞ്ഞാണ്. അപ്പം നേരെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ട്രാക്കൊക്കെ ഉണ്ട്, ട്രാക്ക് കഴിഞ്ഞ് ക്രോസ് ചെയ്ത്. പക്ഷേ അവിടെ ആളും കാര്യങ്ങളൊന്നുമില്ല. പേടിയുണ്ടായിരുന്നു, നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷേ ആ വാട്ടർഫോൾ കണ്ടപ്പോൾ ഒരു വല്ലാത്ത സന്തോഷമുണ്ട്. പക്ഷേ അവിടെ എത്തുന്ന ഒരു ഡേഞ്ചറായ സ്ഥലമാണ്. ഒറ്റയ്ക്കൊന്നും ഇതിൽ ഒരിക്കലും വരാൻ പാടില്ല. കൂട്ടോ ഒരു 4-5 പേരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്നുകൂടെ ഹാപ്പി ആയിട്ട് പോയി വരാൻ പറ്റും. അപ്പം കുറേ ട്രക്കിംഗ് ഉണ്ടായിരുന്നു. ഞങ്ങൾ വഴി അറിയാത്തതുകൊണ്ട് വെള്ളത്തിൽ കൂടെ തന്നെയാണ്. അതുകൊണ്ടാണ് ക്യാമറ കണ്ടവാനും അനങ്ങുന്നുണ്ട്. അതുകൊണ്ട് വിഷ്വലൊക്കെ ചെറുതായിട്ട് ഇച്ചിരി വെള്ളമൊക്കെ തെറിക്കുന്നുണ്ട്. അതുകൊണ്ട് ക്ലിയറായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല, കയ്യിലായിരുന്നു. അപ്പം നമ്മൾ ജസ്റ്റ് ഇവിടെ ഇറങ്ങുന്നു എടുക്കുന്നു ഒരു പ്ലാനും ഇല്ലായിരുന്നു. അപ്പോൾ പോകുന്ന വഴി കണ്ടൊരു കാഴ്ചയാണിത്. അപ്പോൾ ഹൈവേ നോക്കിയപ്പോൾ നല്ല രസമുണ്ട്. വെള്ളം ഇപ്പം മഴയൊക്കെ പെയ്ത് നല്ലയിടത്തും വെള്ളമായി ഇരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഒരു കാഴ്ച എല്ലാവർക്കും അറിയാം. അപ്പം അത്ര രസമുണ്ട് ആ ഒരു പ്രകൃതി. മലയുടെ മണ്ടയ്ക്ക് അത് കാണുമ്പോൾ തന്നെ അത് പറഞ്ഞറിയിക്കാൻ പറ്റും. അതുപോലുള്ള വാക്ക് കിട്ടുന്നില്ല. അപ്പം നല്ല രസമായിരുന്നു. ഇത് ഫുള്ള് വെള്ളത്തിൽ കൂടെ തന്നെയാണ് ഞങ്ങൾ കയറിപ്പോൾ. നല്ല മലയാണ്. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് ഇതിൽ കാണുമ്പം മലയായിട്ട് തോന്നുന്നില്ല. ചെറിയ ചെറിയ വളഞ്ഞ് പോകുന്ന പക്ഷേ നല്ല ഒരു മലയാണ്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ കൂടെയൊക്കെ വേണം ഞങ്ങൾ കയറിപ്പോകാൻ. അതുകൊണ്ട് ഇതിനകത്തൂടെയൊക്കെ എങ്ങനെ കയറിപ്പോയെന്ന് അറിയത്തില്ല. ഒരു നമുക്കൊരു എക്സ്പീരിയൻസ് അതിൻ്റെ കൊണ്ടാണ് നമ്മളിതിൽ കയറിപ്പോയത്. അപ്പോൾ നിങ്ങളിൽ ഇതൊന്ന് എത്തിക്കുക, കാണിക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് റിസ്ക് എടുത്ത് നമ്മളിത് കയറിപ്പോയത്. അപ്പം പിന്നെയും ഒന്നുകൂടെ ഞാൻ പറയുന്നു, വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒറ്റയ്ക്ക് വരാതിരിക്കുക. 3-4-5 പേരുണ്ടെങ്കിൽ വളരെ വരാം. പക്ഷേ അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പം ഇതിൽ കൂടുതൽ മുന്നോട്ട് പൊക്കോണ്ട് ഒരുപാട് അങ്ങ് ഹൈറ്റ് വരെ പോകാൻ പറ്റും. പക്ഷെ നമുക്ക് വഴി അറിയാത്തതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒരു പകുതി വരെ പോയി. ഇവിടുന്ന് അങ്ങ് വെള്ളം കിടക്കും. എല്ലായിടത്തും നല്ല പ്യൂർ വെള്ളം എന്ന് പറഞ്ഞാൽ പ്യൂർ എന്ന് പറഞ്ഞാൽ നല്ല കുടിക്കാൻ തോന്നുന്നു അതുപോലുള്ള വെള്ളമാണ്. നല്ല രസമാണ് കാണാനും. അപ്പോൾ നല്ല തണുപ്പുമുണ്ട്. അപ്പോൾ അതിൽ കയറി അങ്ങ് മണ്ട വരെ ചെല്ലാൻ നമുക്ക് ഒത്തിരി റിസ്ക്കാണ്. വഴി അറിയാവുന്ന അവിടെയുള്ള ലോക്കൽ ആളിനെ കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വഴി പറഞ്ഞു തരും. ഞങ്ങൾ തിരിച്ചിറങ്ങിയ സമയത്ത് കുറേ ലോക്കൽസ് ആൾക്കാരൊക്കെ വന്നായിരുന്നു. അപ്പോൾ അവർക്ക് വലിയ പ്രയാസമൊന്നുമില്ലായിരുന്നു. ഒരു കയറി പോയി. അപ്പം ഇനിയും വരുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് പേരൊക്കെ വന്ന് അടിച്ചുപൊളി എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. അടിപൊളി ഒരു വാട്ടർഫോളായിരുന്നു, എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ ഒറ്റയ്ക്കാണ് പോയത്. അതുകൊണ്ട് ഞങ്ങൾ 2 പേരും കൂടെ ചേർന്ന് പോകേണ്ട ഒരു ചെറിയ പേടിയുണ്ട്. 2 പേർക്കും ലൊക്കേഷൻ കാര്യങ്ങൾ നമുക്ക് അറിയാത്ത സ്ഥലമാണ്. അറിയാത്ത സ്ഥലം എക്സ്പ്ലോർ ചെയ്യുന്നതാണ് ഒരു രസം. അപ്പോൾ ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. ബൈ.